Next, exercise 2.2 7th question. Write the simplest form of tan inverse root of 1 minus cos x divided by 1 plus cos x where x less than pi. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻസൈഡ് കിടക്കുന്ന വാല്യൂ ആണ് ചെക്ക് ചെയ്യുക. ഇവിടെ ഇൻസൈഡ് കിടക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ആണ്. ഈ 1 മൈനസ് കോസ് എക്സും 1 പ്ലസ് കോസ് എക്സും വരുന്ന രണ്ട് ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോസ് 2x എന്ന് പറഞ്ഞാല് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2x എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതെല്ലാം എക്സിന്റെ ടൈമിലാണ്. അത് മാത്രമല്ല ഇവിടെ കോസ് 2x ആണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് കോസ് എക്സ് ആണ്. അതായത് ഇവിടെ എക്സിന്റെ പ്ലേസിൽ ഒരു എക്സ് ബൈ 2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. സോ 1 മൈനസ് കോസ് എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 പ്ലസ് കോസ് എക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോസ് 2xന്റെ മറ്റൊരു ഫോർമുലയാണ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നുള്ളത്. ദാറ്റ് ഈസ് 2 കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് കോസ് 2x പ്ലസ് 1 എന്ന് എഴുതാം. ദർഫോർ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണെങ്കിൽ അതിനെ നമുക്ക് കോസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. 1 പ്ലസ് കോസ് എക്സും കോസ് എക്സ് പ്ലസ് 1ഉം ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ദർഫോർ ഡിനോമിനേറ്ററിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ദർഫോർ ദിസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സിന് പകരം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണെങ്കിൽ നമുക്കതിനെ ടാൻ തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ആണെങ്കിൽ നമുക്കതിനെ ടാൻ സ്ക്വയർ തീറ്റ എന്നും എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റയാണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. ദാറ്റ് ഈസ് ടാൻ എക്സ് ബൈ 2. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കണേ? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ എക്സ് ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ബൈ 2. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വേർ മോഡ് എക്സ് ലെസ് ദാൻ എ. ഈ ക്വസ്റ്റ്യനോട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടാന്റെ ഫോർമാറ്റ് ആണെങ്കിലും ഇവിടെ തന്നിരിക്കുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ കിടക്കുന്നത് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ്. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ എക്സിന് സൈൻ തീറ്റ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ലാസ്റ്റ് ആൻസർ സെയിം ആൻസറിലോട്ട് വരും. ബട്ട് ഞാൻ ഈ കേസിൽ എക്സിന് സൈൻ തീറ്റ അപ്ലൈ ചെയ്യണം. ദർഫോർ ലെറ്റ് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ 1 മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കുമ്പോഴാണ് എക്സിന് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്നാൽ ഇവിടെ കിടക്കുന്നത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതായത് 1ന്റെ പ്ലേസിൽ എ സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എ സ്ക്വയറിനെ ഔട്ട്സൈഡ് എടുത്താൽ മാത്രമാണ് നമുക്ക് 1 മൈനസ് എന്നൊരു ഫോർമാറ്റിൽ കിട്ടുള്ളൂ. അപ്പൊ എ സ്ക്വയറിനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഈ എക്സ് സ്ക്വയറിന്റെ സ്ഥലത്തു നിന്നും ഒരു എ സ്ക്വയർ ഔട്ട്സൈഡ് എടുത്താലല്ലേ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ വരുള്ളൂ. അതായത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഈ ഒരു ഫോർമാറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ എക്സിന്റെ കൂടെ എ വേണമെങ്കിൽ നമുക്ക് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ എ എടുക്കാൻ കാരണം ഇവിടെ 1ന്റെ പ്ലേസിൽ എ വന്നത് കൊണ്ടാണ്. ദാറ്റ് ഇംപ്ലൈസ് ഈ എനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് തീറ്റയുടെ ഫോർമാറ്റ് ആണ് വേണ്ടത്. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഇവിടെ എക്സ് ബൈ എ എന്നാണ്. ദർഫോർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനോട്ട് പോവാം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ്
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്ലേസിൽ നമ്മൾ എ സൈൻ തീറ്റ അപ്ലൈ ചെയ്യാം. എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ഇവിടെ കിടക്കുന്നത് 2x ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ്. 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റും എക്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റ. 2x ഹോൾ സ്ക്വയറിനെ നമുക്ക് 2 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. ദർഫോർ ഇവിടെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇവിടെ രണ്ട് ടേമിൽ എ സ്ക്വയർ ഉള്ളതുകൊണ്ട് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. ബാലൻസ് എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഈ റൂട്ടിന്റെ ഉള്ളിൽ എടുക്കുന്ന ഫോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4x സ്ക്വയറിന്റെ ഫോമാണ്. റൂട്ട് ഓഫ് 4x സ്ക്വയറിനെ എനിക്ക് റൂട്ട് 4 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. റൂട്ട് 4 എന്ന് വെച്ചാൽ 2 ആണ്. അതുപോലെ തന്നെ ഇവിടെ റൂട്ട് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് റൂട്ട് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഈ എയും എയും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും? സൈൻ തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ നമുക്ക് കോസ് തീറ്റ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ എന്തായിരുന്നു ഇവിടെ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ. ഇതായിരിക്കും ഇവിടുത്തെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സസൈസിലെ 11th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷനല്ല, 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് ടാൻ ഇൻവേഴ്സിന്റെ ഇൻസൈഡ് 2 കോസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നു, അതിന് ഇൻസൈഡ് ആയിട്ട് 2 സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നു. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. ദാറ്റ് മീൻസ് സൈൻ ഇൻവേഴ്സ് 1/2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതായത് സൈനിന്റെ വാല്യൂ എപ്പോഴാണ് നമുക്ക് 1/2 കിട്ടാൻ? ദാറ്റ് ഈസ് നമുക്കറിയാം സൈൻ π/6 നമുക്ക് 1/2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടാം. അങ്ങനെയാണെങ്കിൽ π/6 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാലോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ലേ, സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാല് π/6 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 ഇൻറ്റു π/6. 2 6 ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? π/3. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു, ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് കോസ് π/3 എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. കോസ് π/3 എന്ന് പറഞ്ഞാല് 1/2 എന്ന് നമുക്കറിയാം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഈ 2 2 ക്യാൻസൽ ചെയ്തു. ബാലൻസ് എന്ത് കിട്ടും? 1. ടാൻ ഇൻവേഴ്സ് 1. ടാന്റെ ഏത് റേഡിയനിലാണ് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടാൻ? ദാറ്റ് ഈസ് ടാൻ π/4 നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടാം. Therefore π/4 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എഴുതാലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വാല്യൂ വേണ്ടേ? ടാൻ ഇൻവേഴ്സ് 1 തന്നിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? π/4. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ എന്ന് പറയുന്നത് π/4 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് വേണം ലെഫ്റ്റ് സൈഡിലോട്ട് സിംപ്ലിഫൈ ചെയ്ത് വരാനായിട്ട്. നെക്സ്റ്റ് എക്സസൈസിലെ 13th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 1/2 ഓഫ് സൈൻ ഇൻവേഴ്സ് 2x divided by 1 plus x square plus cos inverse 1 minus y square divided by 1 plus y square. ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് സിംപ്ലിഫൈ ചെയ്തു വരുന്നത്.
ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഫംഗ്ഷൻ. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ tan 1/2 എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള സൈൻ ഇൻവേഴ്സിന്റെ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂസ് ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്യണം. സോ നമുക്ക് ഈ ഇൻസൈഡ് കിടക്കുന്ന ഫംഗ്ഷൻ മാത്രം നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 2x divided by 1 plus x square plus cos inverse 1 minus y square divided by 1 plus y square. That's equal to, ഈ ഫംഗ്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നിട്ട് നമുക്കറിയാം 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നൊരു ടേം കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരാണെങ്കിൽ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കും? ദാറ്റ് ഈസ് ഒന്നെങ്കിൽ എക്സിന് ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ല എങ്കിൽ കോഡ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 1 മൈനസ് വൈ സ്ക്വയറും ഉണ്ട്, അതുപോലെ തന്നെ 1 പ്ലസ് വൈ സ്ക്വയറും ഉണ്ട്. സോ നമ്മൾ ഡിനോമിനേറ്റർ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ഇപ്പൊ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് വൈ സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് വൈക്ക് ഇവിടെ ഏത് വാല്യൂ കൊടുക്കാം? വൈക്കും ഒന്നെങ്കിൽ ടാൻ തീറ്റ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കോഡ് തീറ്റ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ എക്സിന് ടാൻ തീറ്റ കൊടുക്കണം, അതുപോലെ തന്നെ വൈക്കും ടാൻ തീറ്റ എന്ന് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ലെറ്റ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ വേർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അതുപോലെ തന്നെ ഇവിടെ വൈ ആണ്. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു, ഇവിടെ നമ്മൾ ടാൻ തീറ്റ കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ ടാൻ ഫൈ എന്ന് കൊടുക്കുകയാണ്. ദെർഫോർ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്ന് കിട്ടും. ഇനി ഈ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ, ഇവിടെ എക്സിന്റെ പ്ലേസിൽ ടാൻ തീറ്റ കൊടുത്തു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ, 1 മൈനസ് വൈ സ്ക്വയറിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ടാൻ സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ, 1 പ്ലസ് അഗെയിൻ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ടാൻ സ്ക്വയർ 5. നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസിൽ സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ് 2 തീറ്റ ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ സൈൻ 2 തീറ്റ എന്ന് പറയുന്ന സംഭവമാണല്ലോ. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഉള്ളിൽ കിടക്കുന്നതും കോസ് തീറ്റ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഇവിടെ നമുക്ക് സൈൻ 2 തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ്, ഈ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കോസ് 2 തീറ്റയാണ്. ദാറ്റ് ഈസ് കോസ് 2 5. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ 2 തീറ്റ, ദാറ്റ് ഈസ് 2 തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ആണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ 2 5, ദാറ്റ് ഈസ് 2 5. ദാറ്റ്സ് ഈക്വൽ ടു 2 തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 5 എന്ന് പറഞ്ഞാല് ടാൻ ഇൻവേഴ്സ് വൈ. ഈ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ 1/2. ഈ ഇൻസൈഡ് കിടക്കുന്ന ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്ത്? 2 തീറ്റ പ്ലസ് 2 ഫൈ ആയിരുന്നു. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ 1/2 ഇൻറ്റു 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ പ്ലസ് 5. ദാറ്റ്സ് ഈക്വൽ ടു ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും, ബാലൻസ് എന്ത് കിട്ടും? ടാൻ തീറ്റ പ്ലസ് 5. ഇതിപ്പോ ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോമിലായി. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റ പ്ലസ് ടാൻ 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ 5. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ തീറ്റയുടെ വാല്യൂ നമ്മൾ എടുത്തിരുന്നത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ടാൻ 5 എന്ന് പറഞ്ഞാൽ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ എക്സ് ടാൻ 5 വൈ. അതായത് ടാൻ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. പ്ലസ്
x plus 1 into x minus 2 divided by x minus 2 into x plus 2 minus x minus 1 into x plus 1. നെക്സ്റ്റ് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x minus 1 into x plus 2, that is x into x square plus x into 2, 2x minus 1 into x minus x minus 1 into plus 2 minus 2 plus x plus 1 into x minus 2, that is x into x square, x into minus 2x minus 2x, 1 into x plus 1, 1 into minus 2 divided by x minus 2 into x plus 2. ഇതെന്ന് പറയുന്നത് a minus b into a plus b ആണ്. that is x square minus 2 square minus ഇവിടെ x minus 1 into x plus 1, that is again a minus b into a plus b, that is x square minus 1 square. That's equal to tan inverse, ഇവിടെ ഒരു x square ഉണ്ട്, that is 2x square. ഇവിടെ ഒരു plus 2x minus 2x ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ ഒരു മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് മൈനസ് 2 ഉണ്ട്, ഇവിടെ മൈനസ് 2 ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് 4 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ മൈനസ് 1 ഉണ്ട്, ഈ മൈനസ് ചേർന്ന് പ്ലസ് 1, ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു, മൈനസ് 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 3. നമുക്കിത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 2x സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ മൈനസ് 3 ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് π/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് x മൈനസ് 1 ഡിവൈഡ് ബൈ x മൈനസ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x പ്ലസ് 1 ഡിവൈഡ് ബൈ x പ്ലസ് 2 എന്ന് പറയുന്നത് π/4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ടാൻ ഇൻവേഴ്സ് 2x square minus 4 divided by minus 3. This is equal to π/4. Tan inverse 2x square minus 4 divided by minus 3 equal to π/4 ആണെങ്കിൽ 2x square minus 4 divided by minus 3 equal to tan π/4 എന്ന് എഴുതാലോ. ഈ tan ഇൻവേഴ്സിന്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ tan π/4. tan π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. എങ്കിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 2x square minus 4 divided by minus 3 equal to 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാലോ, ഈ മൈനസ് 3നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. ഇനി നമുക്ക് കിട്ടേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. സോ ഈ മൈനസ് 4നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 2x സ്ക്വയർ ഈക്വൽ ടു മൈനസ് 3 മൈനസ് 4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് 4 ആവും. മൈനസ് 3 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെർഫോർ 2x സ്ക്വയർ ഈക്വൽ ടു 1. ദെർഫോർ x സ്ക്വയർ ഈക്വൽ ടു 1/2. x സ്ക്വയർ 1/2 ആണെങ്കിൽ x എന്തായിരിക്കും? x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കണേ. ദാറ്റ് ഈസ് x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2.